ഒരു സുവിശേഷം, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും, ഇതിന് വിരോധമായി പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു സുവിശേഷം, മനുഷ്യരിൽ നിന്നല്ലാത്ത ഒരു സുവിശേഷം, സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു സുവിശേഷം, ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. എങ്ങനെയാ ഇവിടെ രക്ഷിക്കപ്പെടുക? ശബത്തനുസരിച്ചിട്ട് വേണോ ഇവിടെ രക്ഷിക്കപ്പെടുവാൻ? വേണ്ട. പരിച്ഛേദനം കഴിച്ചിട്ട് വേണോ? ജലസ്നാനം കഴിച്ചിട്ട് വേണോ? അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കൽപ്പനകളും യാഗങ്ങളും എല്ലാം അർപ്പിച്ചിട്ട് വേണോ? ഇതൊന്നും കൂടാതെ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായി സ്വർഗത്തിൽ നിന്നും ഇറക്കി കൊടുത്തൊരു സുവിശേഷം, യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിലുള്ള ആഴമായ വിശ്വാസം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിച്ച്, മനുഷ്യനാലുള്ള ജലസ്നാനമല്ല നമ്മളെ കഴിപ്പിക്കുന്നത്, ദൈവത്താലുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ ഈ ലോകത്തിൽ കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു പദവിയായ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് സ്വർഗത്തിൽ എത്തിക്കുന്ന ഒരു മാർമിക സത്യത്തിലൂടെയാണ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇന്ന് രക്ഷ ഒരുക്കിയിരിക്കുന്നത്.